നമസ്കാരം കൂട്ടുകാരെ, ഇന്നാണ് ഹൈക്കിങ്ങിൻ്റെ ആ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ ഏറ്റവും വലിയൊരു പണിയായിരുന്നു പാക്കിംഗ്. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു 10 ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഞാനിങ്ങനെ പാക്ക് ചെയ്യുകയാണ്. ആക്ച്വലി ഞാൻ കാറിൽ പോകുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു 2-3 ബാഗ് എടുത്തേക്കാന്ന് കരുതി. ഒറ്റയ്ക്ക് ഇപ്പോൾ ഒരിടത്തും ഒറ്റയ്ക്ക് ഇപ്പോൾ ഞാൻ തന്നെ ക്യാരി ചെയ്യേണ്ടതില്ലാത്തത് കൊണ്ട് മിനിമലായിട്ട് ഒന്നും ഒറ്റ ബാഗിലേക്ക് കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ഹൈക്കിംഗ് ബാക്ക് പാക്ക് എടുത്തു. ഹൈക്കിംഗ് ബാക്ക് പാക്കിനകത്ത് ഞാൻ ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, പിന്നെ പില്ലോ ഇതൊക്കെ ആഡ് ചെയ്തു. ആക്ച്വലി ഈ ഒരു ബാക്ക് പാക്ക് ഞാൻ ജസ്റ്റ് വെളിയിൽ ഔട്ട് സൈഡ് സ്റ്റേ ചെയ്യാൻ പോകുന്നെങ്കിൽ മാത്രം എടുക്കാമെന്ന് കരുതി എടുത്തൊരു ബാക്ക് പാക്കാണ്. അടുത്ത് നമുക്ക് വേണ്ട സാധനങ്ങളാണ് ക്യാമറയും അതിൻ്റെ ആക്സസറീസും. അപ്പോൾ ക്യാമറ എന്ന് പറയുമ്പോൾ ഡ്രോണ്, DJI ഓസ്മോ പോക്കറ്റ്, പിന്നെ ഗോപ്രോയിലാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ എക്സ്ട്രാ ബാറ്ററീസ്, ചാർജേഴ്സ്, പിന്നെ ഗോപ്രോയുടെ മൗണ്ട്, ഇതെല്ലാം കൂടെ പാക്ക് ചെയ്യാനായിട്ട് ഞാനൊരു 2 ചെറിയ ബാഗ് എടുത്തു. അത്യാവശ്യം ഷവർ ജെല്ല്, മോയ്സ്ചറൈസർ, ടൂത്ത് പേസ്റ്റ്, ബ്രഷ് എല്ലാം കൂടെ ഒരു പാക്കിനകത്താക്കിയിട്ടുണ്ട്. അങ്ങനെ രാവിലെ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെയിൻ സംഭവമായിരുന്നു പാചകം. എല്ലാം കഴിഞ്ഞ് സെറ്റായി. ഇനി അടുത്ത് ഇവിടുന്ന് നേരെ ഞാൻ പോകാൻ പോകുന്നത്, ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ഹൈക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയർലൻഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മൗണ്ടനാണ്. കറാൻറ്റോയിൽ എന്നാണ് അതിൻ്റെ പേര്, ആ മൗണ്ടൻ്റെ പേര്. അപ്പോൾ ആ മൗണ്ടനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഗ്യാപ്പ് ഓഫ് ഡൺലേ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യും. ആ സ്ഥലം കാണാൻ ഭയങ്കര രസമാണ്. അതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് ഹാങ് ഔട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രിപ്പ് സെറ്റപ്പ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവിന് ശേഷം ഞാനിവിടെ ഗ്യാപ്പ് ഓഫ് ഡൺലോ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു അപാര വ്യൂ ഉണ്ട്. ക്ലൈമറ്റ് ഏകദേശം ക്ലൗഡിയായി വരുവാണ്. അതുകൊണ്ട് അതുപോലൊരു മൗണ്ടൻ്റെ മുകളിലേക്കാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗ്യാപ്പ് ഓഫ് ഡൺലോയുടെ ചുറ്റിലും മലനിരകളാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഹലോ മൗണ്ടൻ. കുതിര ആക്ച്വലി ഈ വേലിയുടെ താഴെ കൂടെ ഇങ്ങനെ തലയിടുമായിരുന്നു. ഈ സൈഡിൽ ഇങ്ങനെ, ഇത് അപ്പുറത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച്
നല്ല വിശപ്പ്. അതുകൊണ്ട് ആദ്യം കഴിച്ചിട്ട് ഹൈക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. മഴ കുറച്ച് കഴിയുമ്പോൾ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ ആളുകളൊക്കെ കണ്ടില്ലേ, ഇവിടെ അങ്ങനെ പ്രായമൊന്നുമില്ല. ഏത് ആൾക്കാരും ഇവിടെ ഇങ്ങനെ മൗണ്ടൻ ക്ലൈമ്പിങ്ങിനും ക്ലിഫ് വാക്കിങ്ങിനും എല്ലാത്തിനും ഇങ്ങനെ പുറത്ത് ഓരോരോ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇങ്ങനെ. ആ മൗണ്ടൻസിൻ്റെ അവിടെ മാത്രം ഇങ്ങനെ വെയിലടിക്കുന്ന നല്ല രസമുണ്ട്. ഗോപ്രോ ആയതുകൊണ്ട് അവിടെ അത്രയ്ക്ക് അങ്ങോട്ട് കാണാൻ പറ്റുമെന്ന് അറിയാം. ഈ ജാക്കറ്റിൽ ഭയങ്കര ചൂട്, അതുകൊണ്ട് ഞാൻ കുറച്ച് തിന്നായിട്ടുള്ളൊരു ലെയർ ഇടാമെന്ന് വിചാരിച്ചു. ഈ വാട്ടർ പ്രൂഫ് കോട്ട് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. പിന്നെ പണ്ട് 2 വർഷം മുമ്പ് ട്രിയുണ്ട് ട്രിപ്പ് മുതൽ ഈ ജാക്കറ്റ് ഉണ്ട് എൻ്റെ ഇവിടെ. ഏകദേശം കറാണ്ടു ഹില്ലിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിന് അടുത്തെത്തി. ഇവിടെ നല്ല മഴയായി. ഒത്തിരി മുകളിലേക്ക് ഹൈറ്റിലേക്ക് വരുന്തോറും നല്ല മേഘം ഇവിടെ ഒത്തിരി ഉണ്ട്, ഒത്തിരി സ്മോഗ് ഉണ്ട്, ഒത്തിരി മഴയും പെയ്യുന്നുണ്ട്. വിസിബിലിറ്റി വളരെ കുറവാണ്, ഒന്നും കണ്ടുകൂടാ. ഇപ്പോൾ ഒത്തിരി കാറ്റും മഴയും ഉണ്ട്. ഞാൻ ഇവിടെ വെച്ചിട്ട് എൻ്റെ ഹൈക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുകയാണ്.